ചെണ്ടമേള കൊട്ടി കളിയാണ് മുല്ലപ്പൂവും ചൂടി വരവാണ് സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ് ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ട് ചെണ്ടമേള കൊട്ടി കളിയാണ് മുല്ലപ്പൂവും ചൂടി വരവാണ് സദ്യ കൂട്ടങ്ങൾ ഒരുങ്ങാണ് ഒന്നാട്ട് തിന്നാട്ട് ഒരുമിച്ച് നിന്നാട്ടെ ഓണ കുടവയുടുത്തില്ലേ ഊഞ്ഞാലാടണ്ടേ ഓല കുടവേണ്ടേ ചാന്തും വച്ചില്ലേ ചാഞ്ചക്കം അപ്പോൾ ഇന്നത് ഉത്രാടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉത്രാടം ദിന ആശംസകൾ. സോ ഇന്ന് നമ്മളുടെ റെസിഡൻസിൻ്റെ അവിടെ പരിപാടിയാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇത് ഇപ്പോൾ അമ്മജീച്ചി അവിടെ പൂവിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനും കൂടി പോയിട്ട് സഹായിച്ചിട്ട് നമ്മൾ അത് കഴിഞ്ഞിട്ട് റെസിഡൻസിൻ്റെ അവിടേക്ക് പൂവിടാതെ എന്താ പറയുക എല്ലാവരും കൂടി ഒരു പൂക്കളാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ അരിയാൻ പോകണം, എന്നിട്ട് അതിടാനൊക്കെ സഹായിക്കാനുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ നീച്ചിട്ടുള്ളൂ. നമ്മളുടെ പൂ വേഗം ഇട്ട് കഴിഞ്ഞ് ആക്ച്വലി നമ്മൾ ഉത്രാടത്തിനും തിരുവോണത്തിനൊക്കെ വലിയ പൂക്കളാണ് ഇടാറ്. അപ്പം ഞാൻ ഇന്നലെ എന്താ പറയുക അമിതേൻ്റെ അവിടെ പോയി വരുന്ന സമയത്ത് പൂ കുറച്ച് വാങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് അധികം ഇരുന്ന് ഇട്ട് എന്താ പറയുക ഒന്ന് സമാധാനത്തോടെയുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ പൂക്കളാക്കുകയാണ് ഇന്ന്. എന്നിട്ട് നാളെ കുറച്ച് വലുത് ഇടാമെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ ഇന്ന് ബാക്കി എന്നിട്ട് അവിടെ പോയിട്ടിടാന്നുള്ള ഒരു ഇതിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പൂക്കളിടാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളം. നമ്മൾ വലിയ പൂക്കളം ആണ് പ്ലാൻ ചെയ്തതെങ്കിലും ഉത്തരാടത്തിന് വലിയ പൂക്കളാണ് നമ്മൾ ഇടാറ്. അപ്പോൾ അതാണ് പ്ലാൻ ചെയ്തതെങ്കിലും നമുക്ക് സമയമില്ലാത്തതുകൊണ്ടൊക്കെ നമ്മൾ ചെറിയൊരു പൂക്കളത്തിൽ ഒതുക്കി ചെറുതൊന്നല്ല കൊള്ളാം. ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ നമുക്ക് കുറച്ച് വലുതിടണം എന്നാണ് ആഗ്രഹം. സോ ഇനിയിപ്പോൾ നമ്മൾ വേഗം പോയിട്ട് കുളിക്കാൻ പോവാണ്. കാരണം നമുക്ക് കുളി കഴിഞ്ഞ് ജസ്റ്റ് ഏതെങ്കിലും ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വേണം പോയിട്ട് അവിടെ പൂക്കളിടാനുണ്ട്. നമ്മുടെ ഒരുമേൻ്റെ അവിടെ പൂക്കളിടാൻ വേണ്ടി പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്കിവിടെ വന്നിട്ട് പിന്നെ വേറെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് എന്താ പറയുക പരിപാടിക്ക് പോകാൻ. പരിപാടി ശരിക്കും പറഞ്ഞാൽ 8 മണിയാകുമ്പം പൂക്കളിടാൻ വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 8 മണി കഴിഞ്ഞു, നമ്മൾ കുളിക്കാൻ പോകുന്നേലൂ. പരിപാടി ഒരു 9 മണി ആ സമയമാകുമ്പോഴേക്കും 9:30 10 മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമ്മേൻ്റെ തിരുവാതിരയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് ഈ ഒരു സാരിയാണ് ഞാനിന്ന് എടുക്കാൻ പോകുന്നത്. ഇത് ഞാൻ അഞ്ജുഷിൻ്റെ മാരേജിന് ഇട്ടാണ്. ആ ഒരു സമയത്ത് മാത്രമേ ഞാനിത് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ ഇട്ടിട്ടേ ഇല്ല. അപ്പോൾ ഈ നാട്ടിലും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ചുമ്പിടാമെന്ന്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഐറ്റം ഇതിൽ ഈ ഒരു ഓണത്തിൻ്റെ ഇതിൽ ഞാൻ കാണിച്ചു തരാം. എന്താ പറയുക ആ ഒരു ഡ്രസ്സ്. പിന്നെ നാളെയാണ് നമ്മൾ ഓണക്കോടി ഇടുന്നത് എന്നത്, കാരണം തിരുവോണത്തിനാണല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമുക്ക് സമയമില്ല, ഞാൻ വന്നിട്ടെല്ലാം കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. അതെ ഗായ്സ്, ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് കുളിച്ചു, എന്താ പറയുക ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ വേഗം പോകണം. മുഞ്ചേച്ചി ഓൾറെഡി പോയിട്ടോ. എന്താണ് അച്ഛൻ ചീത്ത പറഞ്ഞിട്ടാണ് വിളിച്ചത്, കാരണം നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ പൂവിടാൻ വേണ്ടിയിട്ട് വരയ്ക്കാനൊക്കെ അമ്മൂച്ചി പോയിട്ടുണ്ട്. അപ്പം ഞാനും കൂടി പോവാണ്. മഴയുണ്ട്, വേഗം കുടയൊക്കെ നിർത്തി പോട്ടെ. കത്രിയും സ്കെയിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പൂവിടാൻ പോവാം. ഓരോ കുടുംബത്തിലെയും അവരുടെ എന്തോ ഒരു കോലത്തിൽ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്, കാരണം നമുക്ക് നേരം വൈകിട്ട് വേഗം. അപ്പോൾ അവിടെ മത്സരങ്ങളാണ്, അമ്മേൻ്റെ തിരുവാതിര പാവും. അപ്പോൾ നമുക്ക് വേഗം അങ്ങോട്ട് പോകട്ടെ. അവിടെ മത്സരം കണ്ട. അപ്പോൾ അമ്മൂച്ചേച്ചിയൊക്കെ റെഡി ഉണ്ട്, ഞാൻ മാത്രം സാരിയൊക്കെ എടുത്ത് വന്നിട്ട്. മലയാളി മങ്കി സാരിയൊക്കെ കൊടുത്ത് അമ്മ അയ്യോടെ ഓടി പറഞ്ഞതാ.
കഴിക്കാൻ പോകണം ഗൈസ്. സദ്യ കഴിച്ചിട്ട് ഹരിശ്രീ വായനശാലയുടെ നേതൃത്വത്തിൽ ശ്രീ മനോജ് കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു. കയ്യെടുത്ത് കസേര കളിയാണ്, ചില്ലറ കളിയല്ല. അങ്ങനെ പരിപാടി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഇന്നാണ് തിരുവോണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം, ഒരു അടിപൊളി ഓണം ആവട്ടെ. സോ നമ്മളിത് രാവിലെ എണീറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓണം സീരീസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇഷ്ടംപോലെ ഓണം ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സീരീസിൻ്റെ ഓരോ പാർട്ടായിട്ട് അതൊക്കെ ഇട്ടും എന്നിട്ട് നമ്മൾ തിരുവോണത്തിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്നലെയും മിനിയാന്നും എടുക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ മിനിയാന്ന് നമ്മൾ അമിതേൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വൈകുന്നേരം വന്നത്. പിന്നെ ഇന്നലെ നമുക്കിവിടെ ഓണം പരിപാടി വൈകുന്നേരം കഴിഞ്ഞ് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ മഴയില്ലെങ്കിൽ നമുക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാം തിരുവോണത്തിന് അന്നായാലും. കാരണം ഇന്ന് നമുക്കിപ്പോൾ രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ അങ്ങനെ കുറേ പണികളുള്ളതുകൊണ്ട് തന്നെ രാവിലെ പോയിട്ട് എടുക്കാം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഉറങ്ങി പോയിട്ട് ഇപ്പോഴാണ് എണീക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പൂവിടാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേഗം ഫോട്ടോ എടുക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമ്മളിന്ന് ഉച്ചയ്ക്ക് ശേഷം കോഴിക്കോട് പോകും. അവിടെ നിന്നൊക്കെ എടുക്കേണ്ടത് എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഞങ്ങൾക്ക് തിരുവോണത്തിൻ്റെ ഇടാൻ നമ്മൾ ഫോട്ടോ ഇതുവരെ സെറ്റാക്കിയിട്ടില്ല. ഡ്രസ്സൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, പക്ഷേ ഫോട്ടോ എടുക്കാനുള്ള സമയം കിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ പോയിട്ട് പൂവിട്ടിട്ട് വേഗം, എന്നിട്ട് സമയം ഉണ്ടെങ്കിൽ ഞങ്ങൾ വേഗം ഫോട്ടോ എടുക്കണം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി വേണം. നമ്മൾ പൂക്കളം അവിടെ അമൂലിച്ചിട്ടുകൊണ്ടിരിക്കാനായിട്ട് നമുക്ക് വേഗം ഇനി ഞങ്ങൾ മൊത്തം വട്ടം ഇടാനുള്ള പ്ലാനായിരുന്നു. കാരണം സമയമില്ല. പക്ഷെ ഇപ്പം അമ്മ എന്തൊക്കെയോ ഡിസൈനെ കൊണ്ടുണ്ട്. ഇത് ഇന്നലെ ഞാൻ അരിഞ്ഞ് വെച്ചാട്ടോ. പക്ഷേ കുറച്ചേ അരിയാൻ പറ്റിയുള്ളൂ, ബാക്കിയൊന്നും അരിഞ്ഞില്ല. നമ്മളധികം പൂക്കളൊന്നും വാങ്ങിച്ചില്ല കേട്ടോ പ്രാവശ്യം. സമയമില്ല ഒന്നാമത് അച്ഛനൊക്കെ. നമ്മൾ ഇത്രയാണ് പെട്ടത്. അമ്മൂച്ചി ഇത്ര ഇങ്ങനെ നമ്മൾ ഇന്ന് ജസ്റ്റ് വട്ടം മാത്രം. ഇന്നലെ സദ്യ കഴിച്ചുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എന്താ പറയുക മന്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ അങ്ങനെയാണ്, അതായത് ഓണത്തിന് തിരുവോണത്തിൻ്റെ അന്നൊക്കെ ഇപ്പോൾ വിഷു ആയാലൊക്കെ അന്ന് നമ്മൾ എന്തെങ്കിലും നോൺ വെജ് ആയിരിക്കും, തലേ ദിവസം സദ്യ കഴിക്കുക, അങ്ങനെയാണ്. അപ്പോൾ ഇന്നലെ സദ്യ കഴിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ നോൺ വെജ്. അപ്പോൾ അമ്മൂച്ചിയാണ് ഇന്ന് മന്തി ഉണ്ടാക്കുന്നത്. സോ അപ്പോൾ അമ്മൂച്ചിക്ക് അതിനുള്ള മസാലയൊക്കെ പുറത്തേക്ക് വെക്കാനുണ്ട്. അപ്പോൾ അവൾ അതിന് പോയി. അപ്പോൾ ബാക്കി ഇനിയിപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഇട്ട് തീർക്കാം ഗൈസ്. അങ്ങനെ നമ്മളൊരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു പൂക്കളം ഇട്ടു. വലിപ്പം കുറയുമെന്നൊരു സങ്കടം. തിരുവോണത്തിനൊക്കെ നമുക്കിങ്ങനെ വലുപ്പമുള്ളത്. അപ്പോൾ നമ്മളൊരു അത്യാവശ്യം നല്ല അടിപൊളി ഒരു പൂക്കളം ഇട്ടിരിക്കുന്നു. ഇത്ര കുറച്ച് പൂവൊക്കെ ബാക്കി വന്നു. പക്ഷേ ഇതിൽ ഇനി പെടാൻ സ്ഥലമില്ല. അതുകൊണ്ട് നമ്മളിവിടെ വെച്ച് നിർത്തി. കാരണം നമുക്ക് നേരമില്ല. ഞാൻ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്മൂച്ച് കുളിച്ചൊക്കെ വന്നു. ഞാൻ കുളിച്ചിട്ടില്ല, കൂടായിരുന്നു. അപ്പോൾ പക്ഷേ നല്ല മഴക്കാറ്, ഇങ്ങനെ മഴ മൂടി നിൽക്കുക. അപ്പോൾ ഫോട്ടോ എടുത്താൽ പോലും രസം ഉണ്ടാവില്ല. എന്ത് ചെയ്യുന്നറിയില്ല. എന്തായാലും ഞാനും കൂടി കുളിച്ചൊക്കെ വന്നിട്ട് നമ്മുടെ ക്ലൈമറ്റ് നോക്കിയിട്ട് വേണം നമുക്ക് തീരുമാനിക്കാം. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേ മഴ പെയ്തപ്പോൾ എടുത്ത് ഓർന്നിട്ടേ ഉള്ളൂ. അത്തം വെളുത്തോണ്ട് തന്നെ ഓണം നന്നായിട്ട് ഫുൾ മഴ കൊണ്ടുപോയി. നമുക്ക് ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, ഇടാനും പറ്റില്ല. എന്താ പറയുക. അപ്പം ഇവിടെ ഞാൻ എന്താ ചെയ്യണേ കാണിച്ചു തരാം. ഇവിടെ മന്തി വയ്ക്കുന്ന പ്രിപ്പറേഷൻസ് ആണ് എല്ലാവരും. അച്ഛൻ അമ്പലത്തിൽ പോയിട്ടുണ്ട്, ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകാൻ പറ്റില്ല. എന്തൊക്കെയൊക്കെയോ ഉണ്ട്. ഇവിടെ നമ്മുടെ മന്തീൻ്റെ ചിക്കൻ അവിടെ റെഡിയാകുന്നു. നമ്മൾ റൈസ് റെഡിയാക്കുന്നു. റൈസ് ഇന്ന് നമ്മളുടെ ഓക്കെ ഇന്ന് മഴയാണെങ്കിൽ പോലും ഞങ്ങളുടെ ഫോട്ടോഷൂട്ടിനെ ഞങ്ങൾക്ക് കളയാൻ പറ്റാത്തതുകൊണ്ട്, കാരണം ഓണത്തിന് നമുക്ക് ഫോട്ടോ ഇടണമല്ലോ. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഞങ്ങൾ ഒരുങ്ങുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ ഒരുക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും മഴ നന്നായിട്ട് പെയ്യൽ തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ പെയ്ത് മഴ
അമ്മു ചേച്ചി ഞാൻ കളർ ചേഞ്ച് ആണ് കേട്ടോ. ഞാൻ ബ്ലാക്കും റോസും അമ്മു ചേച്ചി നീലി റോസും. അപ്പോൾ നമ്മളത് ഒരുങ്ങിയിട്ട് മേക്കപ്പ് ഒക്കെ പോകണം. മഴ പെയ്തു ഗൈസ്. അപ്പോൾ നമ്മൾ എങ്ങനെ വേഗം പോട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ പക്ഷെ ഇവിടെ നല്ല മഴയാണ്. എന്ത് ചെയ്യുന്നുള്ള കൺഫ്യൂഷനാണ്. ഇനി മഴ ഒന്ന് തോർത്താൽ നമുക്ക് എടുക്കാം. ഇത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കോഴിക്കോട് പോകാനുള്ളതാണ് കേട്ടോ. അതാണ് പ്രശ്നം. ഇന്ന് നമുക്ക് വേറെ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചോറ് വെച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം എടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമുക്കൊന്ന് ഉച്ചയ്ക്ക് പോകണം. സോ എന്തായാലും നമ്മളിവിടെ ഫോട്ടോ ഒക്കെ മതി. ഹായ് ഗൈസ്. അങ്ങനെ കുറേ നേരം നമ്മൾ മഴ പോകാൻ വേണ്ടി കാത്തിരുന്നു. അങ്ങനെ മഴ പോയി. അങ്ങനെ നമ്മൾ ഫോട്ടോ കുറച്ചെടുത്തു. ഇനി വീട്ടിലെത്തിയിട്ട് നോക്കണം എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ല. പക്ഷെ എന്തായാലും ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷനിലാണ്. ഞങ്ങൾ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇനി തിരുവോണത്തിന് രാവിലെ എല്ലാവരും ഫോട്ടോസൊക്കെ ഇട്ടു. ഞങ്ങൾ ഉച്ചയ്ക്കാണ് ഉണ്ടാകുമ്പോൾ. ഉച്ചയ്ക്ക് ശേഷം ഇതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ ഇടണമല്ലോ. അപ്പോൾ എന്തായാലും വൈകുന്നേരം അപ്പോൾ നമ്മൾ തിരുവോണം കഴിഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോസൊക്കെ ഇടാൻ പോകുന്നത്. എന്തായാലും ഫോട്ടോസ് ഇടുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളിനി പോയിട്ട് മന്തി കഴിക്കാം. ബൈ ഗൈസ്. അപ്പം നമുക്കിന്ന് മന്തിയാണ്. മന്തീൻ്റെ ചിക്കൻ മയോണൈസ്, പിന്നെ നമ്മുടെ മറ്റേ തക്കാളി വെച്ചിട്ടുള്ള ഈ കളറ് ഡ്രസ്സൊക്കെ അയച്ചിട്ട് നമ്മൾ വേറെ ഡ്രസ്സൊക്കെ ഇട്ടു. നമുക്ക് ഫുഡ് കഴിക്കാം. വിശന്നിട്ട് ചെയ്യാം. നമുക്ക് മന്തി കഴിച്ചാലോ? കഴിച്ചാട്ടോ. മന്തി കഴിച്ചാൽ എന്താ നമ്മൾ നല്ല സദ്യച്ചില്ലേ? മയോണൈസ്, ചട്നി, ചിക്കൻ. ഇതാ മേല അച്ഛൻ്റെത്. അമ്മ ചേച്ചിയുടെ കഴിച്ച് തുടങ്ങിയപ്പോൾ കഴിയുള്ളത്. അപ്പം ഞങ്ങൾ അതിന് മുന്നേ ചോറുണ്ട്. അമ്മ ചായയും പഴംപൊരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ അഞ്ചിച്ചിട്ട് കേക്ക് മുറിക്കാൻ പോകാറ് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് വാങ്ങാൻ പോയത് ഞാൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാൻ വീഡിയോ നിർത്തില്ല. കാരണം എൻ്റെ ഫോൺ ചാർജിലായിട്ട് കുത്തിയിട്ടേക്കായിരുന്നു ഇവിടെ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ എവിടെ എല്ലാവരും ഉണ്ട്. സോ നമുക്ക് കേക്ക് മുറിക്കാം. ഹായ്. ഓ എന്റെ വ്ളോഗിൽ എന്താ കുറിച്ച് അഭിപ്രായം പറഞ്ഞു? എന്റെ വീഡിയോ കാണാറുണ്ടോ? ഉണ്ട്. പാറു വന്നാ എന്താണ് എന്റെ വീഡിയോനെ കുറിച്ച് പറഞ്ഞു? അടിപൊളിയാ? അടിപൊളി ആണോ? താങ്ക്സ് ടാ എന്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സ്. അത് കാണാറുണ്ടാവോ? കാണാറുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഞാൻ ലൈക്ക് ചെയ്യാം. ഓക്കെ ഡീലാ? ഓക്കെ ഡീൽ. ഓക്കെ ഡീൽ. ഓക്കെ പട്ടാളങ്ങളും ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെടാ. അങ്ങനെ കൈസ് കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ ഏകദേശം ഇവിടെ കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പോയി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാം. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുക്കളയിൽ എന്താണെന്ന് നോക്കാം. നമ്മളുടെ ബർത്ത്ഡേ ഗേൾ ആൻഡ് അവിടെ നിന്ന് നമുക്കൊരാളുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഡേട്ടാ എൻ്റെ യൂട്യൂബിലൊരു ഹായ് പറയൂ. അമ്മി ഹായ് പറയപ്പെടേട്ടാ. എന്താണ് നിങ്ങൾ ഹായ്. ഓക്കെ ബായ്. നമ്മൾ അടുത്ത ആൾക്കാരിലേക്ക് പോവുകയാണ്. മഴ ചെയ്തു.
അവിടെ കാത്തു കാത്തൊരമ്മയിരിപ്പുണ്ട്. കണ്ണനോട് നീ എന്തു പരിഭവം എല്ലിയോടി വന്നു കൽവിളക്കുകൾ പാടി കണ്ണിനകവേ എന്നെ അകവാനെന്നെ കാത്തു നിന്നു നീ പ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ ഓണപ്പൂവേ ഓമൽപ്പൂവേ നീ ആ വരി വളിയാ. അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റ് കുളിച്ചു. ഇപ്പം ഇന്ന് വിട്ടാണ് കേട്ടോ. ഇന്നപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം അഞ്ചേച്ചിയൊക്കെ പോവും. അപ്പം നമുക്കിന്ന് ഉച്ചയ്ക്ക് ഫോട്ടോസൊക്കെ എടുക്കാനുണ്ട്. കാരണം നമ്മൾ ഇന്നലെ ഫാമിലി ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അവിടെ അടുക്കളയിൽ ഫുൾ പണിയാണ്. ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്നൊക്കെ. കടുക്ക, ചിൻ്റെ, നെയ് ദോശ, ചായ, പിന്നെ അത് നമ്മളെ ചിക്കൻ ഇവിടെ ഓണം കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോഷൂട്ടൊന്നും കഴിഞ്ഞില്ല. അപ്പോൾ ഇന്ന് അഞ്ചേച്ചിയൊക്കെ പോകും കേട്ടോ ഉച്ചയ്ക്ക് ശേഷം. അപ്പോൾ നമ്മൾ വിചാരിച്ചു അതിന് മുമ്പ് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന്. സോ നമ്മൾ വേഗം പോയിട്ട് ഒരുങ്ങിയിട്ടൊക്കെ വരാം. അപ്പം നമ്മൾ ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെയാണ്, ഇന്നലെ ധാവണി ഇട്ടിട്ടത്. അപ്പോൾ നമുക്ക് ഇന്നത് സ്കേർട്ട് ടോപ്പ് ഒക്കെ ഇടാം. ഓക്കെ ഡൺ. ഹായ് ഗൈസ്, നമ്മൾ ഈ ഒരു ലുക്കിലാണ് നമ്മൾ അമ്മ ഇരിക്കുന്നു. ചോറ് ദീദു ദീദു തന്നെ വിളിക്കണ പോളെ. എന്താ പേര്? ഓള് ഇവിടുന്ന് നേരെ തൃശ്ശൂരോട്ടാണെങ്കിലും അവർക്ക് തിരിച്ചു പോകാനുള്ള ഡേറ്റ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവർക്കും സങ്കടം. 30-ാം തീയതി അവർ തിരിച്ച് ബഹ്റൈനിലേക്ക് പോകും. ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത ആ സമയത്ത് ഇത് ഇവളില്ല. കാരണം നമുക്ക് വേറെ പ്രോഗ്രാം ഉണ്ടാകുന്ന കേട്ടോ. എന്നിട്ട് ഞാൻ മാത്രം ഡ്രസ്സൊന്നും മീൻസ് അതായത് ഉള്ള ലുക്ക് തന്നെ കുറേ നേരം നിന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഞങ്ങൾക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ട്രാൻസിഷനൊക്കെ ഉണ്ട്, അതൊക്കെ വരാൻ പോകുന്നുണ്ട്. ഓണം കഴിഞ്ഞു, പക്ഷേ ഓണത്തിൻ്റെ ഇതൊക്കെ എപ്പോഴാണ് കണ്ടത്. അപ്പോൾ എന്തായാലും ഓണത്തിൻ്റെ 2 ദിവസം ഉത്രാടം തിരുവോണം ഒന്നിച്ചാണ് വ്ളോഗ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ അധികം വൈകാതെ തന്നെ ആ വ്ളോഗ് ഇടാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. സോ നമ്മളുടെ ഓണം വ്ളോഗ് ഇവിടെ കഴിയാണ്. ബൈ.